എൻ്റെ കയ്യിലുള്ളത് 200 ഗ്രാം വെയിറ്റ് വീതമുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഒന്ന് റോ മീറ്റും ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തതും. ഈ തുല്യ വെയിറ്റുള്ള 2 ചിക്കൻ ബ്രസ്റ്റ് തമ്മിൽ നിന്ന് താരതമ്യപ്പെടുത്താനുള്ള പ്രധാന കാരണം ചിക്കൻ ബ്രസ്റ്റിലുള്ള കാലോറി 150ഉം ഇതേ 200 ഗ്രാമുള്ള ചിക്കൻ ബ്രസ്റ്റ് എണ്ണയിൽ ഫ്രൈ ചെയ്തപ്പോൾ ഇതിന്റെ കാലോറി 450 ആയിട്ട് ഉയരുകയും ചെയ്തു. ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്, കൊളസ്ട്രോളോ കൊഴുപ്പോ മാംസമോ റെഡ് മീറ്റോ അല്ല ഹൃദ്രോഗവും ക്യാൻസറിനുമുള്ള പ്രധാന വെല്ലുവിളി അമിതമായിട്ടുള്ള കാലോറിയാണ്. അപ്പം നമ്മൾ ഇന്ന് അതിജീവിക്കുന്നത് കാലോറി ബോംബിന്റെ നടുവിലാണ്, മധ്യത്തിലാണ്. എല്ലാ ഫുഡും നമ്മൾ ഇന്ന് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ ഫുഡും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയും അതിൻ്റെ കാലോറി 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. പല ഫാക്ടേഴ്സിനും ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ക്യാൻസറിൻ്റെ വളർച്ച ഏറ്റവും കൂടുതൽ ത്വരിതപ്പെടുന്നതും അധികമുള്ള കാലോറിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ള സ്റ്റീമിങ്, അതായത് വേവിക്കലും അതുപോലെ തന്നെ പുഴുങ്ങലും റോസ്റ്റ് ചെയ്ത് കഴിക്കലെല്ലാം വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പണ്ടത്തെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന പല മാരക രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണവും.